അത് ഒരുപാട് മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണ്. എം പി ഒരുപാട് മൂക്കാതെ പഴുത്തു പോയതിൻ്റെ കുഴപ്പമാണ് എം പി അങ്ങനെ പറയേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇങ്ങേരെടുക്ക് പരാതിയായിട്ട് ഈ ഹിന്ദു സ്നേഹിതൻ ചെല്ലുന്നത്. ഞങ്ങൾ അയാൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശുപാർശ പറയാൻ ചെല്ലുന്നത്. ആ ശുപാർശ പറയാൻ ചെന്നപ്പോൾ ഉണ്ടായൊരു അനുഭവം, ഞങ്ങൾ അങ്ങേരെടുക്കൽ വെച്ചു പരിചയപ്പെട്ടു. ഞാൻ ആദ്യം വീട്ടിൽ പോവുകയാണ്. അപ്പം എൻ്റെ അടുക്കൽ മലപ്പുറംകാർ പറഞ്ഞു തന്നു, സി പി ധൈര്യമായിട്ട് ചെന്നാൽ അദ്ദേഹം അമുസ്ലിമായിട്ടുള്ള ആളുകളുടെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒരാളാണ് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞു. ഞാൻ ഈ സങ്കടം പറഞ്ഞു. മറ്റേ ഈ മുസ്ലിം സഹോദരനെ വിളിച്ചകത്ത് കൊണ്ടുപോയി ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ച് കൂടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ന്യായം നിൻ്റെ ഭാഗത്താണ്, കോടതി തനിക്ക് അനുകൂലമായിട്ട് വിധിച്ചു. പക്ഷേ പാണക്കാട് കോടതി എന്ന് പറയുന്നതിൻ്റെ വിധി എന്ന് പറയുന്നത് ഈ ഹൈന്ദവനെ കൊടുക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്നത്. അങ്ങേരെ മനസ്സ് സ്വീകരിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ഒന്നും പറയാതെ ആ ഭൂമി ആ തർക്കം ഉന്നയിച്ച കോടതിയിൽ നിന്ന് കേസ് പരാജയപ്പെട്ട ആ ആളിന് തന്നെ കൊടുത്ത ഒരു അനുഭവം എനിക്ക് നേരിലുണ്ടായി. ഞാൻ പറഞ്ഞത് അതാണ്. അവർ എന്നും സെക്കുലർ മൈൻഡിൻ്റെ ഉടമസ്ഥന്മാരാണ്. അവർക്കങ്ങനെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ബാബറി മസ്ജിദ് ആ പള്ളി പൊളിച്ച സമയത്ത് കേരളം ആളിക്കത്തുമായിരുന്നു. രാജ്യത്തുള്ള ഏത് സംസ്ഥാനത്തും എല്ലാ സംസ്ഥാനത്തും അതിഭയങ്കരമായ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും പ്രകടനങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടന്ന സന്ദർഭത്തിൽ കേരളത്തിലത് ഒന്നും ഉണ്ടാവാതെ പോയത് തങ്ങളെന്ന് ശിഹാബ് തങ്ങളെന്ന് അവരുടെ മുസ്ലിം ലീഗിനെ നയിച്ചത് കൊണ്ട് മാത്രം. ഇവിടെ ഇന്നലെ ഉണ്ടായിട്ടുള്ള പ്രശ്നം, ഇവർ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റെ നേതൃത്വത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തി ചാനലുകളിലെല്ലാം വലിയ വാർത്ത വന്ന് അവരറിഞ്ഞ ആ നിമിഷം തന്നെ ആ യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി പിരിച്ചുകൂട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് പിരിച്ചുവിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംഘടനാപരമായി അവരെടുത്ത നടപടിയാണ്. അവിടെയാണ് ഞാൻ അവരുടെ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റൊന്നും എനിക്ക് പറയാനില്ല. അവർ ലീഗിൻ്റെ ഒരു ഇന്നർ പൊളിറ്റിക്സാണ്. അതിനെ സംബന്ധിച്ച് അവർ പറയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രസിഡന്റ്, ഇതിൽ കേവലം ഒരു സംഘടനാ നടപടി എടുത്തു, ശരിയാണ്. പക്ഷേ അവിടെ മാത്രം നിൽക്കുന്നതാണോ? കാരണം ഇത് സമൂഹത്തിലേക്ക്, ഒരു സിവിക് സൊസൈറ്റിയിലേക്കാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ ചെല്ലുന്നത്. ഇലക്ഷനിൽ ജയിച്ച ഒരു ഘടകകക്ഷി ഇങ്ങനത്തെ ഒരു മുദ്രാവാക്യമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ഭയങ്കരമായിരിക്കും. BJP പോലുള്ള പാർട്ടികൾ അത് മുതലെടുക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ്. കോൺഗ്രസിന്റെ ഒരു സെക്യുലർ മനോഭാവം വെച്ചത് എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇത് ഇങ്ങനെ അല്ല, ഞാനത് സൂചിപ്പിച്ചല്ലോ. സെക്യുലർ മൈൻഡ് വെച്ചിട്ട് ഞാനിത് തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ നല്ലത്. അതാണ് അതിൻ്റെ ഉടനെ തന്നെ വിതിൻ നോ ടൈം അത് തങ്ങൾ അക്കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ അതിൻ്റെ നടപടി സ്വീകരിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചും സെക്യുലർ മൈൻഡാണ് കോൺഗ്രസിനുള്ളത്. അതുപോലുള്ളത് പ്രകടനങ്ങൾ ഒഴിവാക്കാവുന്നതായിരുന്നു. നേരത്തെ ഇടപെട്ടിലും സമാന രീതിയിൽ ഇതേ ആളുകൾ 2 വർഷം മുമ്പ് 2029 മുദ്രാവാക്യം വിളിച്ചായിട്ട് CPM ആരോപിക്കുന്നുണ്ട്. തെളിവ് സഹിതമാണ് അവർ ഈ പരാതി ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് തടയാനായിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു ഡാമേജ് അല്ലേ? CPM അങ്ങനെ അവരുടേതായ അവർ തോറ്റ് നിൽക്കുകയാണല്ലോ. ജില്ലയിലൊരു MLA പോലും കിട്ടിയിട്ടില്ല. അവരിങ്ങനെ സങ്കടമായിട്ട് നിൽക്കുക. അപ്പോൾ കിട്ടിയ ഒരു പിടിവള്ളി, ആ പിടിവള്ളിയെ പിടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. CPM വേറെ അത്ര വിരോധമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പിടിവള്ളി ആണെങ്കിൽ പോലും അതിലൊരു മെറിറ്റില്ലേ? വീഡിയോ അടക്കമാണ് പറയുന്നത്. അല്ല, അതായിക്കോട്ടെ, അതൊക്കെ അവരുടെ ഒരു സ്റ്റാൻഡാണ്. അവർക്ക് കിട്ടുന്ന ഇപ്പോൾ 4 MLA തോറ്റ് നിൽക്കുമ്പോൾ ആകെ കിട്ടിയൊരു അവസരമാണെന്ന്. പിന്നെ ഒന്ന് നോണ്ടിക്കളയാമെന്ന് കരുതി നോണ്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ജില്ലാ നേതൃത്വമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ലീഗിന്റെ? ഇല്ല, സംസ്ഥാന കമ്മിറ്റി അവരുടെ സംസ്ഥാന പ്രസിഡന്റ് നടപടി സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബന്ധപ്പെട്ട അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളും ഇല്ല. അതൊരു തുടർക്കഥയല്ല തന്നെ. ഈ VD സതീശൻ അനുകൂലമായി ഫ്ലെക്സ് വയ്ക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിച്ചത്, ആ നടപടി ശരിയല്ല എന്ന് ജില്ലയിൽ നിന്നുള്ള MP തന്നെ പരസ്യ നിലപാട്, ഒരു തവണയല്ല അദ്ദേഹം ആവർത്തിച്ച് നിലപാട് എടുക്കുകയാണ്. അത് ഒരുപാട് മൂക്കാതെ പഴുത്തതിന്റെ കുഴപ്പമാണ്. MP ഒരുപാട് മൂക്കാതെ പഴുത്തു പോയതിന്റെ കുഴപ്പമാണ് MP അങ്ങനെ പറയേണ്ടി വന്നത്. MP കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഇടുക്കിയിലെ MP ആണ്. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കലൂർ സ്കൂളിൽ സമരം ചെയ്തത്. ഐപ്പമ്പൂർ സ്കൂളിൽ നിന്ന് KSUക്കാരെ പിരിച്ചുവിട്ടപ്പോൾ സമരം അന്ന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സാകുമ്പോൾ മുറ്റത്തോടെ നടക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് മൂക്കാതെ പഴുത്തതിന് കുഴപ്പമാണ് എന്ന് പറയാൻ കാരണം, MPയുടെ പണി നോക്കിയാൽ മതി. സംഘടനാപരമായി DCC പ്രസിഡന്റുകളിൽ ചെയ്യാനുള്ള പണി എനിക്ക് അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. MPയുടെ ഒരു സഹായവും ഇക്കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ മറ്റ് ജില്ലകളിലെ എല്ലാ MPമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും DCC പ്രസിഡന്റുകളിൽ
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് സഹായം ഉണ്ടായിട്ടില്ല. ഈ നടപടിക്ക് വിധേയരായ DCC ഭാരവാഹികളാണ്, അവരെ പുറത്താക്കാനും നടപടി സ്വീകരിക്കാൻ DCC ഭാരവാഹി ഒരു ഭാരവാഹി തൊഴിലെന്നുള്ള ഒരു DC സെക്രട്ടറിയാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ സൈഡ് പറ്റിയത് പല ഭാരവാഹികളും വന്നിട്ടുള്ളവരാണ്. അല്ല, താങ്കൾക്ക് അതിന് അധികാരമില്ല, KPCCക്ക് അധികാരമുള്ളതാണ് നടപടിക്ക് വിധേയരായവർ പറയുന്നത്. ആരാ പറഞ്ഞു? DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള നടപടി അതെ, സ്വീകരിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു കുറ്റവാളി കോടതി പോയിട്ട് ഞാൻ തെറ്റ് ചെയ്തില്ല, ഇതല്ല അതിന്റെ അതിർത്തി, വേറെ അതിർത്തി എന്ന് പറയുക ആരെങ്കിലും ഏത് കുറ്റവാളിയായി? ഈ ACC ഇത്തരം പ്രകടനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു, KPCC ഇത് സംബന്ധിച്ച് നിലപാടെടുത്തു. അതിനുശേഷവും ഒരു ജനപ്രതിനിധി അദ്ദേഹം ഇത്തരം നടപടികളെ ന്യായീകരിക്കുന്നത് പാർട്ടിയോടുള്ള വെല്ലുവിളിയാണോ? സംശയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷിയാണ് കേരളത്തിന്റെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി. അവർ കഴിഞ്ഞ ഒരു വർഷമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ വീടും കുടുംബവും എല്ലാം ബംഗാളിലാണെങ്കിൽ പോലും PR ദാസ് മുൻഷിയുടെ ഭാര്യയാണ്. അദ്ദേഹം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നപ്പോൾ ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ഇടുക്കിയിൽ. അപ്പോൾ ദാസ് മുൻഷിയുടെ ഭാര്യ അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളാണ്. ഒരു വർഷക്കാലമായി ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളുകളിൽ KC വേണുഗോപാലിനോടൊപ്പം ഒരാളാണ് ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ഉണ്ടാവരുത്, ഒറ്റപ്പെട്ട പ്രകടനങ്ങൾ ഉണ്ടാവരുത് എന്ന നിർദ്ദേശമുണ്ടായി. KPCCയുടെ ഭാഗത്തു നിന്ന് സണ്ണി ജോസഫാണ് KPCCയുടെ പ്രസിഡന്റ്. അദ്ദേഹം പലതവണ പറഞ്ഞു. അത് കഴിഞ്ഞാണ് പ്രകടനം ഉണ്ടായത്. പ്രകടനം ഉണ്ടായപ്പോൾ അത് നടപടി സ്വീകരിക്കണം എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നി. ഞാൻ നടപടി സ്വീകരിച്ചു. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിൻ്റെ മുകളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോ ഹൈക്കമാൻഡോ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആവണം, അല്ല മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. മെമ്പർ ഓഫ് പാർലമെന്റ് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആവണം, മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഈ ജില്ലയിൽ ജയിച്ചിട്ടുള്ള MLA-മാരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്, എവിടെ നിൽക്കുന്നതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ചൊറിഞ്ഞ് മാന്തി കിട്ടിയിട്ടുള്ള സൗഭാഗ്യം കളയരുത് എന്ന് ഞാൻ അഡ്വാൻസായി പറയുന്നു. PT തോമസിന് സീറ്റ് കൊടുക്കാതെ പോയത് ആനിക്കുഴിക്കാട്ടി പിതാവുമായിട്ട് പണിയതിൻ്റെ പേരിലാണെന്ന് പറയുന്നത് ആണല്ലോ. അന്ന് PT തോമസ് ഇപ്പോൾ ഈ ജില്ലയിലെ കോൺഗ്രസ് സംബന്ധിച്ച് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ഒരു പ്രദേശം, ഈ മേഖലയെല്ലാം കേരള കോൺഗ്രസിൻ്റെ കുത്തക. എൻ്റെ പിതാവടക്കം കേരള കോൺഗ്രസ് ആയിരുന്നു. 69 ഞാൻ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങൾ 5 പേര് കൂടിയാണ് KSU മുദ്രാവാക്യം വിളിച്ചവരാണ്, ഇന്ദിരാഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചവരാണ്. 71 ഒരു KSU താലൂക്ക് പ്രസിഡന്റായ 72 ജില്ല ഉണ്ടാകുമ്പോൾ മുതൽ EM KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നത്. അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് പാടുപെട്ട് തന്നെയാണ് പണിയെടുത്ത് വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ആരുടെയും പെട്ടി തൂക്കി വന്നതൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ. ഇല്ല, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആളോട് ചോദിച്ചു നോക്കൂ. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് തൊഴിലുടെ ഇടുക്കിയിലെ പത്രക്കാർ. അത് നമ്മളെ കഷ്ടപ്പാട് കണ്ടിട്ടാണ്. ഒന്നുമില്ലാത്ത കാലത്ത് സിഗറായി കൂടെ പോയപ്പോൾ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ, ഇതൊക്കെ പലർക്കും പല ഗോഡ് ഫാദറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ PT തോമസ് മത്സരിക്കാൻ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. PT തോമസ് ഇവിടെ വീണ്ടും മത്സരിക്കുന്നു. PT തോമസ് ഇടുക്കിയുടെ MP ആയി ജയിക്കുമായിരുന്നു. രാഷ്ട്രീയ സാഹചര്യം അതായിരുന്നു. അപ്പോൾ അന്ന് ആ PTക്ക് കിട്ടാതെ മാറി നിന്ന സമയത്ത് ഞാൻ അക്കാര്യം PT ആണല്ലോ കഷ്ടപ്പെട്ടത്. ജോസ് കുറ്റ്യാനി ഈ രാജ്യ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ്. കേരള കോൺഗ്രസിൻ്റെ കോട്ടകൾ പൊളിച്ചതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല സംഭാവനയുണ്ട്. സുലൈമാൻ റാവുത്തർ നന്നായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ കാര്യത്തിൽ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പോൾ ഈ കൂടെ അല്ലെങ്കിൽ പോലും അയാൾ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി. ഞാൻ നെരിയമ്പാറ കോളേജ്, അന്ന് 1.5 കോളേജ് ഈ ജില്ലയിലുള്ളൂ. നെരിയമ്പാറ കോളേജിൻ്റെ മുകളിൽ ഞാൻ കമ്മിറ്റി കൂടാൻ വേണ്ടി 4 പ്രാവശ്യം ഒരു വർഷം പോയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന, എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് 72 ഡിഗ്രി കഴിഞ്ഞ് EM ചങ്ങനാശ്ശേരി NSSൽ BAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ അന്ന് 48 ഹൈസ്കൂളേ ഈ ജില്ലയിലുള്ളൂ. 48 ഹൈസ്കൂളിൽ പോയ ഏക KSU നേതാവ് ഞാനായിരിക്കും. ഇപ്പോൾ എത്ര ഹൈസ്കൂളുണ്ടെന്ന് ഇപ്പോഴത്തെ KSU ഭാരവാഹികൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും.